4417 നമ്പർ ഒന്ന് ഫുള്ള് പറയാമോ? കാരണം നമ്മൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. ആദ്യമേ പേര് ഫുള്ളൊന്ന് പറയണേ. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് നോമ്പനുബന്ധിച്ചുള്ള 10 പേരിൽ നിന്ന് നറുക്കെടുക്കപ്പെടുന്ന 10,000 രൂപ സമ്മാനം ഇവിടെ ജിബിനും അടിച്ചിരിക്കുകയാണ്. അപ്പൊ എത്ര മണിക്ക് എത്തിയതാണ്? പ്രതീക്ഷിച്ചിരുന്നോ ഈ ഒരു ഗിഫ്റ്റ് ഇവിടെ ലഭിക്കുമെന്ന്? 4 മണിക്ക് വന്നു. അപ്പൊ 6 പേരും മുണ്ടക്കയങ്ങാര് അല്ലെ? 7 പേരും മുണ്ടക്കയങ്ങാറ്. വേറെ ഒരാൾക്ക് കിട്ടിയിട്ടില്ല. ആദ്യമായിട്ടാണ് കേട്ടോ. വേറെ ഒരാൾക്ക് കൊല്ലംകാരുടെ കിട്ടി. കൊല്ലം കിട്ടി. പിന്നെ വേറെ ലോകിലുള്ള 2 സ്ഥലം ചെങ്ങന്നൂരിലെ ഇനോഗ്രേഷൻ ഫംഗ്ഷനിൽ പോലും ഒരുപാട് ദൂരം ആലപ്പുഴയിൽ നിന്നും ഒക്കെ വന്നവർക്കും ഗിഫ്റ്റ് ലഭിച്ചിരുന്നു. പക്ഷെ ആദ്യമായിട്ടാണ് 7 പേരും മുണ്ടക്കയത്തിൽ നിന്നുള്ള വ്യക്തികൾ തന്നെ. പൊക്കിയെടുത്താണ് ചെയ്തേക്ക്. അപ്പൊ നല്ലൊരു കൈഡി പ്ലീസ്. ശാശ്വത മൊബൈൽ നമ്പറും കൂടി. ഓക്കെ, അപ്പം ആഷിഖിനും ഇവിടെ സമ്മാനമായി 10,000 രൂപ ലഭിച്ചിരിക്കുകയാണ്. ഏറെ സന്തോഷം അല്ലേ? കൂടുതല് 458 458 ഉണ്ടോ? 458 ഉണ്ട്. മുണ്ടക്കയത്തിന്റെ ആള് തന്നെയാണല്ലേ? നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജീവം എടുത്തിരിക്കുന്നത് കറക്റ്റ് വ്യക്തി തന്നെയാണ്. ഫസ്റ്റ് ചാൻസിൽ തന്നെ കിട്ടിയിരിക്കുകയാണ്. So again, please give you some big round of applause to 9ാമത്തെ ആള് മുണ്ടക്കയം തന്നെയാണ്. മുണ്ടക്കയക്കാരെ ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ്. നേരത്തെ നമ്മുടെ ഫ്രണ്ടിലുള്ള ആള് പറഞ്ഞു മാധവൻ കട്ടതൊന്നും ചേക്ക് വിട്ട് പുറത്ത് പോയിട്ടില്ലാതെ. മുണ്ടക്കയം വിട്ട് എങ്ങും പോയിട്ടില്ല. പൈസ ഇവിടെ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ലാസ്റ്റ് പേഴ്സണെയാണ് നമ്മളിവിടെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. സോ അപ്പൊ ധ്യാൻ ചേട്ടനാണ് നമ്മുടെ ലാസ്റ്റ് പേഴ്സണെ ഇവിടെ തിരഞ്ഞെടുക്കാൻ പോകുന്നത്. ജുനൈദ്. ഓക്കെ, അപ്പൊ ലാസ്റ്റ് ഫസ്റ്റ് ആൻസർ വന്നിരിക്കുന്ന അതേ വ്യക്തി തന്നെയാണ്. എല്ലാ ഫസ്റ്റ് ആൻസർ ആണ് ഓൾമോസ്റ്റ് വന്നത്. എല്ലാ ഫസ്റ്റ് ആൻസർ തന്നെയാണ്. അപ്പൊ നമ്മുടെ ധ്യാൻ ചേട്ടൻ തെരഞ്ഞെടുത്ത ആ ഒരു വ്യക്തിയാണ്, ഒരു ലക്കി പേഴ്സൺ ആണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ജുനൈദ്. അയ്യോ, കണ്ണൂരിൽ നിന്ന് കാണാൻ വന്ന ആളാട്ടോ ഇത്. ചേക്ക് വിട്ട് പോയി, കുഴപ്പമില്ല. ചേക്ക് വിട്ട് സാധനം പോയി എന്നാലും കുഴപ്പമില്ല. കാരണം കണ്ണൂരിൽ നിന്നുള്ളൊരു കാണാൻ സാധിക്കുന്നത്. പച്ചാൻസിന്റെ വീഡിയോ ഒക്കെ കാണുന്നതാണോ? എങ്ങനെയാണ്, എന്താണ് ഒരു അഭിപ്രായം? കണക്ക് തന്നെയാണ്. അപ്പൊ ഒരു 2 വാക്ക് പ്ലീസ്. അഭിപ്രായം എന്ന് വെച്ചാൽ നല്ല അഭിപ്രായമാണ്. അച്ഛൻ എപ്പോഴും കാണാറുണ്ട്, വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. ഒരു കാര്യം കൂടി ഇവിടെ നമ്മൾ മിസ് ചെയ്യുന്നുണ്ട്. മറ്റൊന്നല്ല, നമ്മുടെ സ്വന്തം അന്നയുടെ ഒരു ഡാൻസ് പെർഫോമൻസ്. ആഘോഷം അല്ലേ? മിച്ചിയുടെ ആ ഒരു പെർഫോമൻസ് ഇല്ലാതെ എന്തൊരു ആഘോഷം ഉണ്ടോ? ഡാൻസ് ചേട്ടന്റെ പാട്ട് ഇവിടെ എല്ലാം കേട്ടോ ആസ്വദിച്ചു. ഞാൻ ഓൾറെഡി പാടി. അത് ഞാൻ പാടി ഓൺലൈൻ. സുഖം ഡാൻസ് ചേട്ടന്റെ പാട്ട്, 2 പാട്ട്, ഒരു പാട്ടെന്ന് പറയുന്നത് 2 പാട്ട് പാടിയ ഒരാളാണ്. നമുക്ക് കഷ്ടപ്പെടുത്താൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും നമ്മുടെ അന്നേരം ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. പ്രോത്സാഹിപ്പിക്കും.